എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ദീപക് എന്ന ചെറുപ്പക്കാരൻ്റെ മരണത്തിന് ഉത്തരവാദിയായി തീർന്ന താത്തായ്ക്ക് യാതൊരു വിധമായ കുലുക്കവുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പറയാനായിട്ടൊരു കാരണമുണ്ട്. ഈ ചെറുപ്പക്കാരൻ ജീവൻ ഒടുക്കിയതിന് ശേഷം ഈ വാർത്ത ഈ സ്ത്രീയോട് ഒരാൾ വിളിച്ചു പറയുകയാണ്. അവരത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ ശബ്ദരേഖ അവർ ഈ ഫേസ്ബുക്കിലിട്ടു. അത് കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ ദീപക് എന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീക്ക് യാതൊരു വിധമായ പശ്ചാത്താപമോ യാതൊരു വിധമായ കുറ്റബോധവും ഇവർക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, ചില ആളുകൾ പറയുന്നത് ഈ താത്ത ഇപ്പോൾ ഇവിടെ ഉണ്ടോ അതോ വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നോ എന്നറിയില്ല എന്നുള്ളതാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. നമുക്കറിയാം, ഈ സംഭവം ഒരു സ്ത്രീ, ഒരു താത്ത, അവർ ബോധപൂർവം ഒരു ചെറുപ്പക്കാരനെ കുരുക്കുകയാണ് ചെയ്യുന്നത്. ബസ്സിനുള്ളിൽ ലൈംഗിക അതിക്രമം അവർ ഒരു വീഡിയോ ചിത്രീകരിച്ചു. എന്നിട്ട് ആ വീഡിയോയ്ക്ക് അവർ ചില വിവരണങ്ങളും കൊടുക്കുകയാണ്. ഇതൊരു മാനസിക പ്രശ്നമാണ്, ഇതിന് സൈക്കോളജിയിൽ അങ്ങനെയാണ് പറയുന്നത്, ഇങ്ങനെയാണ് പറയുന്നത്, എവിടെ നിന്നോ എന്തൊക്കെയോ മുറി അല്ലെങ്കിൽ അല്പം പഠിച്ചിട്ട് വന്നിട്ട് അത് ഇവിടെ പ്രയോഗിക്കുകയാണ് ചെയ്തത്. എന്നാൽ ആ വീഡിയോ വളരെ വ്യക്തമായി നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാകും, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഈ സ്ത്രീ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് മുട്ടിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശരീരം നീട്ടിവെച്ച് കൊടുക്കുകയും അതിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ ഒഴിവായി പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. അതുകൊണ്ട് പല യൂട്യൂബർമാരായിട്ടുള്ള സ്ത്രീകളും ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതികരണം നടത്തിയിട്ടുണ്ട്. ചിലർ പറയുന്നത്, നിനക്ക് പണം ഉണ്ടാക്കാനാണെങ്കിൽ നിനക്ക് വേറെ എന്തെല്ലാം പണി ചെയ്യാമായിരുന്നു. ചിലർ ചോദിക്കുന്നത്, നിൻ്റെ സൂക്കേട് മാറിയില്ലേ? അപ്പം വളരെ ശക്തമായ പ്രതികരണമാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇവർക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത നാളുകളിൽ ഉണ്ടായ ഏറ്റവും ശക്തമായ ഒരു പ്രതികരണമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാവരും, ജാതി മത വർണ്ണ വർഗ ഭേദമില്ലാതെ എല്ലാവരും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ചെറുപ്പക്കാരൻ്റെ ഭവനത്തിലെ അവസ്ഥ വളരെ ദയനീയമാണ്. മാതാപിതാക്കൾക്ക് ഏക മകനാണ്. ആ ചെറുപ്പക്കാരൻ്റെ മരണത്തോടുകൂടി ആ കുടുംബം അനാഥമായി. പെറ്റ അമ്മ ജീവിച്ചിരിക്കുന്നു, ജനിപ്പിച്ച അപ്പൻ ജീവിച്ചിരിക്കുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ മക്കളുടെ മരണം കാണേണ്ടി വന്ന, അതും ജീവനൊടുക്കി എന്നുള്ളത് കാണേണ്ടി വന്ന ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും അവസ്ഥ എത്ര ദുഃഖകരമാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ തങ്ങൾക്ക് പണമുണ്ടാക്കാൻ വേണ്ടി, തങ്ങൾക്ക് ഫേമസ് ആകാൻ വേണ്ടി ആരെയും എന്തിനേയും ബലിയാടാക്കുന്ന ആളുകൾക്കുള്ള ഒരു വലിയ താക്കീതാണിത്. എല്ലാ മനുഷ്യനും അവൻ്റേതായിട്ടുള്ള ജീവിതമുണ്ട്, അവൻ്റേതായിട്ടുള്ള മാന അഭിമാനങ്ങളുണ്ട്. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ ചില സ്ത്രീകൾ, ചില ആളുകൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. മനുഷ്യൻ്റെ സ്വകാര്യത പോലും ചിത്രീകരിച്ച് പരസ്യപ്പെടുത്തുവാൻ മടിയില്ലാത്തവർ. അപ്പോൾ എന്തായാലും അത്യന്തം ഖേദകരമായ ഒരു കാര്യമാണ് ഇത് എന്ന് മാത്രമല്ല, ഈ താത്ത ഇപ്പോൾ എവിടെയുണ്ട് എന്നുള്ള യാതൊരുവിധ അറിവുമില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഇവർക്കെതിരെ ഇത്രയും വലിയ പ്രതിഷേധമുണ്ടായിട്ടും ഇവർക്കെതിരെ ഒരു കേസ് എടുക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പം ചില ആളുകൾ പറയും, അത് താത്ത ആയതുകൊണ്ട് അവർക്കെതിരെ കേസ് ഉണ്ടാകില്ല. നമ്മുടെ നാട്ടിലെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർ എന്ത് പരിപാടി കാണിച്ചാലും
അവർക്കെതിരെ കേസെടുക്കാൻ ഒരല്പം മടിക്കുകയാണ് പോലീസ്. ഇത് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇത്തരം സ്ത്രീകൾക്കെതിരെ കേസെടുക്കണ്ടേ? അതുമാത്രമല്ല, ഈ ദീപകിൻ്റെ ബന്ധുക്കൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി ഇതുമായി ബന്ധപ്പെട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഒരു വാർത്തയാണ്. SP ഓഫീസിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുകയും അത് അന്വേഷിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ദീപകിൻ്റെ ഭവനക്കാർ മുഖ്യമന്ത്രിക്കും അതുപോലെ ജില്ലാ കളക്ടർക്കും അതുപോലെ SP-ക്കും അതുപോലെ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏത് രീതിയിലായാലും ഈ സ്ത്രീ ശിക്ഷിക്കപ്പെടണം. ഒരു കുടുംബത്തെ നശിപ്പിച്ച ഈ സ്ത്രീ അവരതിൻ്റെ വേദന അനുഭവിക്കണം. അങ്ങനെയാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധം ആളുകളിൽ നിന്ന് പുറത്തു വരുന്നത്. ഇത്രയും വലിയൊരു ദ്രോഹം ചെയ്ത ഈ സ്ത്രീയെ വെച്ച് വെറുപ്പിക്കാൻ പാടില്ല. അതുമാത്രമല്ല, ഈ സ്ത്രീ മറ്റുള്ള മാന്യമായി ജീവിക്കുന്ന സ്ത്രീകൾക്ക് വലിയൊരു അപമാനമാണ്. ഇത്തരം സ്ത്രീകൾ സമൂഹത്തിൽ കൊടുക്കുന്ന സന്ദേശം അത് വളരെയധികം പ്രശ്നങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കും. ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുകയില്ല, അല്ലെങ്കിൽ ഇവർ ചെയ്ത തെറ്റിന് ഇവർക്ക് ശിക്ഷ കൊടുക്കുന്നില്ല എങ്കിൽ ഇതൊരു വലിയ ചോദ്യചിഹ്നമായി തീരും. കൊലപാതകത്തിന്, ഈ ദീപക് എന്ന വ്യക്തിയുടെ മരണത്തിന്, അത് കൊലപാതകത്തിന് ഈ സ്ത്രീയെ പ്രതിയാക്കി ഇവരെ അറസ്റ്റ് ചെയ്ത് ഇവരെ ജയിലിൽ അയക്കണം, ഇവർക്ക് കൃത്യമായ ശിക്ഷ കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് കേരളത്തിൽ ജാതി മത വ്യത്യാസമില്ലാതെ ആളുകൾ രംഗത്ത് വരികയാണ്. അപ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ ഒരൊറ്റ വിഷയത്തിൽ, ഈ ദീപകിൻ്റെ വിഷയത്തിൽ ഈ സ്ത്രീക്കെതിരാണ്. ഈ സ്ത്രീ പ്രദാനം ചെയ്യുന്നത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അതോടൊപ്പം തന്നെ അവർ ഒരു UDF-ൻ്റെ ആളുമാണ്. എന്നാൽ മുസ്ലിങ്ങളും അതുപോലെ മറ്റ് ആളുകളൊക്കെയും ഈ സ്ത്രീയെ ഒറ്റപ്പെടുത്തി ഇവൾ ശിക്ഷിക്കപ്പെടണം, ഇവൾ ഒരു കാരണവശാലും ഇവൾ രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ള ശക്തമായ ഒരു തീരുമാനത്തിലാണ് ആളുകൾ എത്തപ്പെട്ടിരിക്കുന്നത്. പല യൂട്യൂബർമാരുമായിട്ട് നമുക്ക് വിയോജിപ്പുണ്ട്. പലരും അവരുടെ മതപരമായ ചിന്തകൾ പറയുന്നു, രാഷ്ട്രീയപരമായ ചിന്തകൾ പറയുന്നു. ഒക്കെ പറയുമ്പോഴും ഈ ഒരു കാര്യത്തിൽ ഈ യൂട്യൂബർമാരും ഈ ഫേസ്ബുക്കിൽ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന എല്ലാവരും ഈ സ്ത്രീക്കെതിരാണ്. അപ്പോൾ ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് ഇവർക്ക് കൃത്യമായ ഒരു ശിക്ഷ ലഭിക്കുന്നോടം വരെ പോരാട്ടം തുടരും എന്നുള്ള ചിന്താഗതിയാണ് പല ആളുകളും മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് ചില ആളുകൾ ഈ സ്ത്രീയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചില ആളുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്, ചില സ്ത്രീകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയാണ്, അല്ലാതെ മനുഷ്യത്വം വെച്ചല്ല. അത് നമ്മൾ ആദ്യം തിരിച്ചറിയുക. അപ്പോൾ ഇത്തരം തെറ്റുകാരെ സപ്പോർട്ട് ചെയ്യുന്നവരും അവരും ആ മാനസിക നിലയുള്ളവരായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്തായാലും ഇതുപോലെയുള്ള സ്ത്രീ സമൂഹത്തിന് തന്നെ വലിയ ഒരു അപമാനവും, അതോടൊപ്പം തന്നെ ഇത്തരം ആളുകളോടൊപ്പം ചേർന്ന് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് അത്യന്തം നിന്ദനീയമായ ഒരവസ്ഥയാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ശക്തമായ പ്രതിഷേധം ഈ സ്ത്രീക്കെതിരെ വരുമ്പോൾ എനിക്ക് ലഭിച്ച എല്ലാ വീഡിയോകളും ഞാൻ മാക്സിമം ഷെയർ ചെയ്ത് വിട്ടിട്ടുണ്ട്. ആര് ചെയ്താലും സോഷ്യൽ മീഡിയയിൽ എനിക്ക് താല്പര്യമില്ലാത്ത ആളുകളുണ്ട്. എൻ്റെ ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ആശയങ്ങളുണ്ട്. ഈ സ്ത്രീയെ ഏത് രീതിയിലും ഇവരെ അറസ്റ്റ് ചെയ്ത് ഇവർക്ക് കൃത്യമായ ശിക്ഷ ലഭിക്കത്തക്ക രീതിയിൽ ആര് വീഡിയോ ചെയ്യുന്നു അതെല്ലാം ഷെയർ ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര അത്യന്തം ഖേദകരമായ ഒരു കാര്യമാണ്. ഒരു കുടുംബത്തെ ഇവർ അനാഥമാക്കി, അതും ബോധപൂർവം അങ്ങോട്ട് ചെന്ന് വെച്ചു കൊടുത്തിട്ടാണെന്നും കൂടെ ഓർക്കണം.
എന്നെ വന്നൊന്ന് മുട്ടിക്കോ, എന്നെ ഒന്ന് തട്ടിക്കോ, എന്നെ ഒന്ന് തടവിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്ത പരിപാടിയാണ്. ഇങ്ങനെയുള്ള സ്ത്രീകളെ കണ്ടിട്ടുണ്ടോ? മുഴുവൻ സ്ത്രീ സമൂഹത്തിലെ അപമാനമാണ് ഇതുപോലുള്ള സ്ത്രീകൾ. എന്തായാലും ഇവർ ശിക്ഷിക്കപ്പെടട്ടെ. ഇവർക്ക് ഏറ്റവും കുറഞ്ഞതൊരു 10 വർഷമെങ്കിലും ഇവർക്ക് ശിക്ഷ കിട്ടട്ടെ. ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി ഇവർ അകത്തു പോട്ടെ. ഒരു കുടുംബത്തെ നശിപ്പിച്ച ആ കുടുംബത്തിന് അങ്ങനെയെങ്കിലും ഒരു നീതി ലഭിക്കട്ടെ. അതുമാത്രമല്ല, ഇത്തരം പരിപാടികൾ കാണിക്കുന്ന മറ്റ് സ്ത്രീകൾക്കും ഇതൊരു മാതൃകയായി തീരട്ടെ എന്നാണ് പറയാനായിട്ടുള്ളത്.